കുഞ്ഞിമാന്റെ കുഞ്ഞാപ്പയുടെ ചിച്ച ചിച്ച. ഐ, ആ ഡ്രസ്സൊക്കെ നല്ല ഇഷ്ടമാണ്. നല്ലൊരു കളറുമാണ്. ബബ്ലുട്ടി കിട്ടാൻ നല്ല രസമുണ്ട്. രസമുണ്ടായിട്ട് എന്താ കാര്യം? ഇതുപോലെ കല്ലും മുത്തുള്ള സാധനം ആ പെണ്ണിടണ്ടേ മളെ? കുത്തുകയാണെന്ന് പറഞ്ഞിട്ട് ഇത് നോക്ക്, ഫുൾ സ്റ്റോൺ അല്ലേ? അത് കാരണം കൊണ്ട് പിടാൻ കൂട്ടാക്കണമെന്നില്ല. എത്ര വില കൊടുത്തെടുത്ത ഡ്രസ്സാണെന്ന് അറിയോ? ഓൾക്ക് പറ്റും. ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ കുത്തൊന്നും ഇല്ലാത്ത സോഫ്റ്റ് ഉടുപ്പോ ട്രൗസറോ കുപ്പായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അണിച്ചാൽ ഓള് പിന്നീടും. ഇതുപോലെ കുത്തുന്നത് എന്തെങ്കിലും അണിച്ചാൽ പിന്നെ കുട്ടി ഇടാനേ കൂട്ടക്കൂല. ഇക്കാണെങ്കിൽ നല്ല ഇഷ്ടം അങ്ങനത്തെ ഇട്ട് കൊടുക്കാൻ. എന്നാ ഞാൻ കുഞ്ഞാപ്പിക്ക് ഇട്ട് കൊടുക്കാം. അല്ലടാ, എന്ത് ചോളിയാ? ആൺകുട്ടിക്കാണോടി പൊട്ടത്തിയ ചോളി ഇട്ട് കൊടുക്കണത്? ഇനി എനക്കൊരു പെൺകുട്ടി ഉണ്ടാവട്ടെ, അപ്പം നമുക്ക് ഇതുപോലെ കല്ലും മുത്തൊക്കെ ഉള്ള ഡ്രസ്സുകൾ ഇട്ട് കൊടുക്കണം. അർഷിയേ, ആബിയേ, കുഞ്ഞോളെവിടെടി? ഇവിടെയും വടക്കണിയിലൊന്നും കാണാനില്ലല്ലോ. ഇനി കാണലല്ലമ്മ, കേൾക്കലാണ് അല്ലേ? ഇജെന്തൊക്കെയായി പറഞ്ഞത്? ഓളെവിടെ? മോളിലാണാ? മോളിലും താഴത്തൊന്നല്ല. ഓളേ ഇന്നലത്തെ ബാക്കി വിളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോണും വാങ്ങിയിട്ട് അങ്ങ് പോയിട്ടുണ്ട് പറമ്പിൽക്ക്. തന്നെ? അതപ്പോ? കുറച്ച് ടൈമായി. ഞാൻ നിങ്ങളോട് രണ്ടാളോടും പറയാണ്ടിരുന്നതാ. ഓള് സമാധാനത്തിൽ പോയി ഫോണൊക്കെ വിളിച്ച് വരട്ടെ. അല്ലടി പെണ്ണെ, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഓൾ ആർക്കാ വിളിക്കണ്, എന്താ ഈ അടക്കം പറയണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറി ഇന്നാ കാണാൻ പറ്റുമോ? ഇന്നലെ ജോളെ പിന്നാലെ നടന്നിന്ന്. ഇന്നിപ്പം എന്താ എൻ്റെ സംശയമൊക്കെ തീർന്നാ? ഒന്നും തീർന്നിട്ടില്ല എൻ്റെ അമ്മ. ഓളെ സകല കള്ളത്തരും ഇന്നത്തോടെ തീരുമാനമാവും. അതെങ്ങനെ? മറ്റേത് എനിക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ഓളെ പിന്നാലെ CID പണിക്ക് ഇറങ്ങണ ഇജ് ഇന്നെന്താ ഓൾക്ക് ഫോണും കൊടുത്തുങ്ങാണ്ട് ഇങ്ങനെ കുട്ടിനെയും കളിപ്പിച്ചുങ്ങാണ്ടിരിക്കണത്? എൻ്റെ ഉമ്മച്ചി ചോദിക്കണേ കേട്ടില്ലട കുഞ്ഞാപ്പിജി? എൻ്റെ ഉമ്മച്ചി ഒരു പൊട്ടത്തിയാണല്ലേ? ഇജാളെ മക്കാറാക്കാണ്ടുള്ള കാര്യം എന്താ വെച്ചാൽ പറയും പെണ്ണെ. ഓള് പുറത്തും നമ്മളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നുങ്ങാണ്ട് ഇതെങ്ങനെ കണ്ടുപിടിക്കാന്നാ? അതെന്നെ, ബാക്കിയുള്ളവരെ ഉള്ളിൽ സംശയം കിട്ടുന്നുങ്ങാണ്ട് ഓളിപ്പോൾ കൂളായിട്ടിരിക്കണോക്ക്. ഒന്നാണ്ട് പോയോക്കടി. ഓള് സമാധാനത്തിൽ വിളിച്ചിട്ട് വരട്ടെ എൻ്റെ അമ്മ. ഇന്ന് ഓൾ ആർക്കാ വിളിക്കണത്, എന്തിനാ വിളിക്കണത്, എന്താ കാര്യം എന്നുള്ളതിനൊക്കെ തെളിവ് സഹിതം ഓളിൻ്റെ കയ്യിൽ കൊണ്ടു തരും. അതുപോലെ നിങ്ങൾക്ക് രണ്ടാക്കും? എൻ്റെ കയ്യിൽ കൊണ്ടുതരുന്നാ? അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. നിങ്ങൾ രണ്ടാളൊന്ന് വെയിറ്റ് ചെയ്യും, നമുക്ക് കാണാം. അല്ല കുഞ്ഞാപ്പിയെ പറഞ്ഞു കൊടുക്കടാ. ഈ പെണ്ണിൻ്റെ ചെറിയ നേരത്തെ വർത്താനം കണ്ടിട്ടുണ്ടെങ്കിൽ തലക്കെട്ട് ഒന്നാട് കൊടുക്കാൻ തോന്നും. ഓ, ഒന്നും തെളിച്ച് പറയൂല്ല. എൻ്റെ പൊന്നാരമ്മ, നിങ്ങൾ ഇങ്ങനെ ബേജാറാവാണ്ട് ഒരു പാത്തിരിക്കും. കുറച്ച് സമയം ഓള് സമാധാനത്തിൽ വിളിക്കട്ടെ. വന്നതിൻ്റെ ശേഷം നമുക്ക് ബാക്കി കാണാം. ഇനി നമുക്ക് കളിക്കാം അല്ല കുഞ്ഞാപ്പിയെ? ഓലോടെ ടെൻഷൻ അടിക്കട്ടെ, നമുക്ക് ഇവിടെ ജോലിയാവാം. ഇങ്ങനെ അവിടെ കയറിപ്പോയാ അവരിലേക്ക് സംശയം തോന്നും. നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയണ്ടേ?
ആ ഞാനിവിടെയാണ് കുഞ്ഞോളെ, ഇങ്ങോട്ട് പോരെ. ആ എല്ലാരും ഇവിടെ ഉണ്ടാ? എന്താ കുഞ്ഞോളെ എൻ്റെ കണ്ണും മുഖമൊക്കെ പാടിയും വല്ലാണ്ടിരിക്കണ്? ഇജ് ഉമ്മാക്ക് ഫോൺ വിളിക്കരുതെന്ന് ഹർഷി പറഞ്ഞ്. അവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? അവിടെ കുഴപ്പമൊന്നുമില്ല അമ്മ, അവിടെ എല്ലാവർക്കും സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ കുറേ നേരം വെയിലത്ത് നിന്നില്ലേ, അതുകൊണ്ടാണ്. റീചാർജ് ചെയ്യാൻ പറ്റിച്ചാ ഞാൻ ഇപ്പം തന്നെ ചെയ്തു തരട്ടെ കുഞ്ഞോളെ. അപ്പം എന്തോ എറർ കാണിച്ചു, അതുകൊണ്ടാ. അത് സാരില്ലടി, ഈ പറ്റുമെങ്കിൽ ഒന്നും കൂടി ശ്രമിച്ചു നോക്കിട്ടാ എന്നാ ഫോണ്. ആ ഞാനിപ്പോൾ തന്നെ ചെയ്യാം, ചിലപ്പോൾ ഇപ്പോൾ ശരിയായിട്ടുണ്ടാവും. എന്നാൽ പിന്നെ ഞാൻ കുറച്ചേരം ഒന്ന് കിടക്കട്ടെ കേട്ടാ, എനിക്ക് എന്താണെന്നറിയില്ല, നല്ല തലവേദന ഉണ്ട്. ആ എന്നാ പോയി കിടന്നോ. ഓളെ കണ്ണും മുഖമൊക്കെ കണ്ടിട്ടേ ഇത് വെയിൽ കൊണ്ട് ചുവന്നതാണെന്നൊക്കെ തോന്നണില്ല കേട്ടാ, നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട്. എന്താടി ഓൾ കരയായിരുന്നോ അതോ ചിരിക്കായിരുന്നോ എന്നൊക്കെ തെളിവ് സഹിതം ഞാനിപ്പോൾ കാണിച്ചുതരാം. അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. ആദ്യം ഉമ്മ എണീറ്റിട്ടേ ആ ഡോറൊന്ന് ലോക്ക് ചെയ്യും. ഇപ്പം ശരിയാക്കി തരാം. ഡോറ് ലോക്ക് ചെയ്യേ? ഇജെന്തൊക്കെയായി പറഞ്ഞു? നീ എന്താച്ച പറയും? എന്താണെന്നൊന്നും എനിക്കും അറിഞ്ഞൂടാ, പക്ഷെ ഒന്നുറപ്പാ, ഓൾക്ക് നമ്മളറിയാത്ത എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ, അങ്ങനെ ആർക്കെങ്കിലും ആണ് അവള് നമ്മൾ കാണാതെ മാറി നിന്ന് ഫോൺ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പം അതിനുള്ള തെളിവ് നമുക്ക് കേൾക്കാം. ഹലോ. ഓ ജീവനോട് ഉണ്ടായിരുന്നില്ലേ? ഈ എന്താ ആളെ കളിയാക്കാൻ ഇറങ്ങുക? എന്താ ജസ്നേജി, ഞാൻ അയച്ച മെസ്സേജ് ഒന്നും കണ്ടില്ലേ? ഇന്ന് 27-ാം തീയതി കഴിയാറായി, എന്റെ ക്യാഷ് എവിടെ? അത് പിന്നെ കുഞ്ഞോളെ, ഇന്നത്തോടെ എല്ലാം ശരിയാവുന്ന ഞാൻ വിചാരിച്ചത്, പക്ഷെ ഒന്നും ശരിയായില്ല. ഇജിക്കേ കുറച്ച് ദിവസത്തെ സാവകാശം കൂടി താ. എന്ത് കുറച്ച് ദിവസം? കുറച്ച് ദിവസം പോയിട്ട് കുറച്ച് മണിക്കൂർ പോലും ഞാൻ എനിക്ക് തരൂല. ഇതേ മര്യാദക്ക് എന്റെ ക്യാഷ് ഇപ്പൊ കിട്ടു തന്നോ? ഇതിപ്പോ ഇങ്ങനെ കാണുന്നുള്ളതേ ഞാൻ വിചാരിച്ച കുഞ്ഞോളെ, അന്റെ പറച്ചിൽ കേട്ടാ തോന്നി അന്റെ ഗോൾഡ് ഒക്കെ ഞാൻ പിടിച്ചു വാങ്ങിച്ചതാണ് എന്നുള്ളത്. അന്റെ ഇഷ്ടപ്രകാരം തന്നെയല്ലേ ഈ ബിസിനസ്സില് പാർട്ട്ണറായത്. പക്ഷെ അന്ന് എന്നോട് ഇങ്ങനെ ഒന്നല്ലോ പറഞ്ഞത്. നോക്ക്, പൂർണ്ണമായിട്ടും എന്നെ വിശ്വസിച്ചോ? എൻ്റെ ക്യാഷ് എങ്ങനെയായാലും എൻ്റെ കയ്യിൽ നിന്ന് പോകില്ല, അങ്ങനെ എന്തൊക്കെ ഡയലോഗുകളാണ് അമ്മ എന്നോട് പറഞ്ഞത്. അന്നെ മാത്രം വിശ്വസിച്ചിട്ടാ ഞാൻ ഈ പണിക്കിറങ്ങിയത്. നോക്ക്, എൻ്റെ മുന്നിൽ വേറെ ഒരു വഴിയിലിട്ടാ എനിക്ക് എൻ്റെ ക്യാഷ് തന്നേ പറ്റുള്ളൂ. ഇതെന്തൊന്നും മിണ്ടാത്തത്? ജസ്നി, ഞാൻ ലാസ്റ്റായിട്ട് പറയാം, ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ക്യാഷ് എൻ്റെ അക്കൗണ്ടിൽ എത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം ശരിക്കും അറിയും. അത്രക്ക് പെട്ട് നിലയില്ലാതെ നിൽക്കാൻ ഞാൻ. ഈ ക്യാഷ് വിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എൻ്റെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയില്ല. ഇജൊരു ചുക്കും ചെയ്യൂല മോളെ. അന്റെ പറച്ചിൽ കേട്ടാ തോന്നി അന്റെ സമ്മതം കൂടാതെയാണ് ഞാൻ ഗോൾഡ് ഒക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്ന്. പണത്തിനോടല്ലേ ആർത്തി അല്ലാർന്ന എനിക്ക് കുറച്ച് ലാഭം കിട്ടിയപ്പോ എനിക്ക് അതിമോഹണ്ട് കൂടി. അപ്പേ ഇജി തന്നെയല്ലേ ബാക്കി ഇൻവെസ്റ്റ് ചെയ്തത്. എന്താ ജസ്നി ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ്? നോക്ക്, ഈ സമയത്ത് ഇന്നിങ്ങനെ ഒന്ന് പറഞ്ഞ് ടെൻഷൻ ആക്കല്ലേ. എനിക്കിത് വേറൊരാളോട് പറയാൻ കൂടി പറ്റൂല. എൻ്റെ അവസ്ഥ ഇപ്പം അങ്ങനെയാണ്. എങ്ങനെയെങ്കിലും എൻ്റെ ക്യാഷ് ഒന്ന് അയച്ചു താടി, എൻ്റെ മുന്നിൽ വേറൊരു വഴിയില്ല. ഇതിന്റെ റിസ്കിനെ പറ്റിയിട്ടേ തുടക്കത്തിലെ ഞാനേ തന്നോട് പറഞ്ഞതാണ്. എന്നിട്ടിപ്പോ എന്നോട് തട്ടി കയറിയിട്ടേ ഞാൻ എന്ത് ചെയ്യാനാ? ഇജെന്ത് ചെയ്യാനാണെന്നോ? ഇജ് എന്താ ജസ്നി ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എന്നോടല്ലാണ്ട് ഞാൻ എൻ്റെ ക്യാഷ് വേറെ ആരോട് പോയി ചോദിക്കാനാ? നോക്ക്, എൻ്റെ ക്യാഷ് അപ്പോൾ ഇന്നും നാളെ ഒന്നും കിട്ടൂല എന്നാണ് ഇജ് പറഞ്ഞത്. അതിനെ കുറിച്ച് തന്നെ നിക്കിപ്പോ ഒന്നും പറയാൻ പറ്റൂല. തൽക്കാലേ ഇജിപ്പോ ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. എന്ത് പെണ്ണാടി ഹർഷിയോ? ഹലോ, ഇപ്പൊ മനസ്സിലായില്ലേ രണ്ടാൾക്കും? ഓളെ ഓന്തിനെ പോലുള്ള നിറമാറ്റും ഒളിഞ്ഞും പാത്തും നിന്നിട്ടുള്ള ഫോൺ വിളിയൊക്കെ എന്തായിരുന്നെന്നുള്ളത്? നിക്ക് അപ്പോഴേ ഓളെ സംശയം ഉണ്ടായിരുന്നതാ.
എന്തോ ഓള് ഒളിക്കുന്നുണ്ടെന്നുള്ളത്. ഞാൻ പറഞ്ഞപ്പോ ഇമ്മാക്കായിരുന്നല്ലോ ഒന്നും വിശ്വാസമില്ലായിരുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ എന്തൊക്കെ മക്കളെ ഈ കേൾക്കണത്? ഇതൊക്കെ ഈ പേരൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ? എന്നാലും ഞാൻ ഓളെ സമ്മതിച്ച് പോയിൻ്റെ റബ്ബേ. 19 പവൻ സ്വർണം ഒരാളോട് ചോദിക്കാണ്ട് ഇങ്ങനൊക്കെ കാട്ടിക്കൂട്ടുകയെന്ന് പറഞ്ഞാൽ ചില്ലറ ധൈര്യം എങ്ങാനും മതിയോ? പഠിച്ച കള്ളി തന്നെയാണ് കേട്ടോ അവള്. എന്നിട്ട് എന്താ പോളൊരു അഭിനയം! സ്നേഹം അങ്ങോട്ട് വാരിക്കോരി ഒഴുകല്ലേ. നമുക്കിപ്പോൾ ഇതുപോലെ ഒരു സംശയം തോന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വല്ലതും അറിയാൻ പോകുന്നുണ്ടാ? എനിക്കറിഞ്ഞൂടെ എൻ്റെ കുട്ടികളെ, ഇതൊക്കെ പാടും കേട്ടിട്ട് എൻ്റെ കയ്യും കാലൊക്കെ കൊയഞ്ഞു പോണേ. എന്തൊക്കെയപ്പോൾ ഇത്? ഒരമ്മായിയും നാത്തൂമാരും പൊറുക്കാത്ത അത്രയും തെറ്റ് നമ്മളോടോള് ചെയ്തിട്ടും അതൊക്കെ പുറത്ത് ഓളെ കൂടെ കൂട്ടി നിർത്തിയവരാ നമ്മള്. ഇപ്പതാ അടുത്തൊന്ന്. ഇനി ഇങ്ങനെയാണെന്ന് വെച്ചാല് വേറെ എന്തൊക്കെ കള്ളത്തരങ്ങൾ ഓളെ ഉള്ളിലുണ്ടാവും നമുക്കറിയോ? ഒരിക്കൽ ഓളും ആരിസും കൂടി ഓളോർക്ക് പോകാൻ ഒരുങ്ങുമ്പോഴേ ഞാൻ ആ കുട്ടിനോട് ചോദിച്ചതാണ്, എൻ്റെ കയ്യിലും കഴുത്തിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ നെട്ട് കെട്ടിക്കൂടെ കുട്ടിയെ? അതൊക്കെ നെട്ട് കാണാൻ വേണ്ടിയിട്ടാവൂലേ എൻ്റെ പെരക്കാർ എനിക്ക് അത്രയും സ്വർണ്ണമൊക്കെ തന്ന് പറഞ്ഞയച്ചിട്ടുണ്ടാവുക എന്ന്. എന്നിട്ട് എന്ത്? നിക്ക് സ്വർണ്ണം ഒന്നും ഇങ്ങനെ ഇട്ട് കെട്ടുന്നത് ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഇപ്പോൾ അവനാൻ്റെ പെരേക്ക് പോകുമ്പോഴും മറ്റുള്ളവർക്ക് പോകുമ്പോഴൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാ ഇതൊക്കെ വലിച്ചു വാരി കെട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ആഴ്ചൻ്റെയും വായ ആ കുട്ടി അടപ്പിച്ച്. ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ലല്ലോ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം ഇങ്ങനൊരു കൊല്ലാ പൊളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളത്. ഓളെപ്പോലുള്ളവർക്കേ ഇതെല്ലാം ഇതിനപ്പുറം പറ്റുമ്മ. എന്നിട്ടിപ്പോൾ അജയപാവം കാണിച്ചേ സോപ്പിട്ട് മയക്കാൻ ഇറങ്ങിക്കുക. പഠിച്ച കള്ളിയ ഓള്. ഇനി ഓളെ പച്ച വെള്ളത്തിൽ വിശ്വസിക്കരുതല്ലോ. ഇനി നമ്മളൊക്കെ പട്ടി വിശ്വസിക്കുവോളെ. കാര്യം ഓളെ സ്വർണ്ണൊക്കെ തന്നെയാണ്. അത് ഓൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും ചെയ്യാം. നമ്മളോടൊന്നും അഭിപ്രായം ചോദിക്കുന്നില്ലെങ്കിൽ പോട്ടേ നോക്കാം. ഇത് അതുപോലെയല്ലല്ലോ. ആരിസ് പോലും അറിയാതെ ഇമ്മ അതിൽ തമ്മാടിത്തരക്കോട് ചെയ്ത് കൂട്ടണമെന്നുണ്ടെങ്കിലേ നല്ല ചോരത്തിളപ്പിന്റെ കേട് തന്നെയാണ്. ഞാനും അതിനെ എൻ്റെ ആകെ ആലോചിക്കുന്നത്, ഇത്രയൊക്കെ കാട്ടിക്കൂട്ടാൻ ഒരു പെണ്ണിനെ കൊണ്ട് പറ്റുണ്ടല്ലോ. എന്നാലോ ഇത്രയും കണ്ട കാലമായിട്ട് നമ്മളപ്പാനോട് സമ്മതം ചോദിക്കാതെ എൻ്റെ പെരേക്ക് പോലും പോവാനേ എന്നെക്കൊണ്ടാവൂല. ഇതൊക്കെ പാടും കേൾക്കുമ്പോഴേ ഇക്കാകെ അന്തം മുട്ടി പോവാണ്. എത്രയൊക്കെ മൂടി വെക്കാൻ നോക്കിയാലും കള്ളം ഒരു നാളിലെ മറ നീക്കി പുറത്തു വരും എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ തന്നെയാണ് കുട്ടികളെ. എന്തിൻ്റെ കുറവായിരുന്നു ആ കുട്ടിക്ക് ഇതിൻ്റെ ഉള്ളില്? ഇത് കുറവുണ്ടായിട്ട് കുഴപ്പമില്ലമ്മ. ഓൾക്ക് നമ്മളിവിടെ കൊടുത്തേ സൗകര്യവും സ്നേഹവും ഒക്കെ കൂടുതലായതിൻ്റെ കുഴപ്പമാണ്. സ്വാതന്ത്ര്യം കൂടുമ്പോഴാണല്ലോ ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ തോന്നുന്നത്. ഇത് അതുകൊണ്ടൊന്നല്ലടി. അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാല് നമ്മൾ രണ്ടാളും ഉൾപ്പെടെ എത്ര പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ കെട്ടിച്ചു വിട്ട പെരയില് നല്ല സൗകര്യവും സ്നേഹവും ഒക്കെ കിട്ടുന്നവരുണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് ആർക്കെങ്കിലും ഇമ്മാതിരി ചറ്റത്തരം ചെയ്യാൻ വേണ്ടി തോന്നിയിട്ടുണ്ടാ? ഇതേ ഓൾക്ക് പണത്തിനോടുള്ള ആർത്തി മൂത്തിട്ട് ഭ്രാന്തായി പോയതാണ്. തോന്നോണ്ടർക്ക് തന്നെ തോന്നുള്ളൂ കുട്ടികളെ ഇതിനൊക്കെ. എന്നാലും ഇത്രയും വലിയൊരു കള്ളിനാണല്ലോ റബ്ബേ എൻ്റെ കുട്ടിക്ക് കിട്ടിയത്. ഈ കൂട്ടുകാരി പെണ്ണ് ഏതാണ് എവിടെ ഉള്ളതാണെന്ന് വല്ല പൊടി ഉണ്ടാ? എവിടെ ഉള്ളതായാലും വേണ്ടില്ല, ഇനി ഒരു തരി സ്വർണം പോലും തിരിച്ചു കിട്ടരുത്. അതാ ശരിക്കും വേണ്ടത്. എന്നാലേ ഓളെ ആക്രാന്തത്തിനൊരു അവസാനം ഉണ്ടാവുള്ളൂ. എത്ര കഷ്ടപ്പെട്ട് ചോര നീരാക്കിയിട്ടാവും ആ കുട്ടിയുടെ പെരക്കാരിപ്പം അതിനെ കൊടുത്തിട്ടുണ്ടാവുക. ഒക്കെ നായ്ക്കില്ല നരിക്കില്ലാണ്ടാക്കിയില്ലെൻ്റെ റബ്ബേ. നന്നായുള്ളുമ്മ. ഓളൊരു മുതലും നമ്മൾ ആരും ആഗ്രഹിച്ചിട്ടില്ല. ആരിസ്ക പോലും ഓളോട് ഇന്ന് വരെയായിട്ടൊരു മൂതരം പോലും ചോദിച്ചിട്ടില്ല. തന്നെ ഓൾക്കേ അതിമോഹവും ആക്രാന്തവും കൂടിയിട്ടാ ഇമ്മാതിരി പണിക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭവിഷ്യത്തൊക്കെ ഓൾ ശരിക്കും അനുഭവിക്കണം. ഓള് മാത്രമല്ല, ഇമ്മാതിരി തോന്നിവാസം ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു പാടാണ്. അല്ല, ഇനിയിപ്പോൾ എന്താ നമ്മൾ കാട്ടാൻ ഉദ്ദേശിക്കണത്? ഈ കാര്യങ്ങളൊക്കെ ആരിസിനെ അറിയിക്കണ്ടേ? എന്തമ്മ അറിയിക്കണ്ടേ? അതോ മകൻ്റെ സമാധാനം പോകുമെന്ന് പറഞ്ഞിട്ട് ഇതും മൂടി വെക്കാനാണോ ഉദ്ദേശം? മതി, ഇനി ഒന്നും ഒളിച്ചു വെക്കണ്ട. ഒക്കെ ആരിസിനോട് പറഞ്ഞാളി. അല്ലേലും ഒരിക്കൽ ഓൾക്ക് വേണ്ടി വക്കാലത്ത് പറഞ്ഞോളാ നമ്മളൊക്കെ. അതിനുള്ളതൊക്കെ ഇപ്പോൾ വയറടച്ചും കിട്ടി. ഇത്രത്തോളം കള്ളത്തരം കാട്ടി കൂട്ടിയിട്ടേ മതി മക്കളെ. ഇനി ഒന്നിനായിട്ട് നമ്മൾ നിൽക്കണ്ട. ഇനി ഒക്കെ ആരിസിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ശരിയമ്മ. അന്ന് നമ്മളെല്ലാവരും കൂടിയും വാക്ക് കേട്ടിട്ടാ ആ ചെക്കനെ
അത്രയൊക്കെ പ്രശ്നങ്ങൾ ഓൾ ഉണ്ടാക്കിയിട്ടു ഓളോടൊരു വാക്ക് ചോദിക്കും പറയും കൂടി ചെയ്യാണ്ട് ഇട്ടെറിഞ്ഞിങ്ങാണ്ട് പോയത്. ഇതിപ്പോ ഇതൊക്കെ പാടും കേട്ടിട്ടുണ്ടെങ്കിൽ ഓരിള്ളയുമ്പോ കൂടെ അധികം വെറുത്തു പോവുള്ളൂ ഓളെ. അല്ല ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാല് ഏതാണൊരുത്തനാ ആരെങ്കിലും വെച്ചുകൊണ്ടിരിക്കുക? ഇതും കൂടി അറിയുമ്പോഴേ ഓളോട് ആരിസ്കാക്ക് വെറുപ്പാവൂല, അറപ്പാവും തോന്നുന്നുണ്ടാവുക. ഇന്നത്തെ ദിവസം ആരിസ്ക ഇവിടെ ഇല്ലാതെ പോയതന്നെ ഓളെ വലിയ ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതിയാവും. മതി, ഇനി നമ്മളിതിന്റെ പേരിൽ വെറുതെ കണക്കൂണം പറഞ്ഞ് നേരം കളയാൻ നിൽക്കണ്ട. അർഷേ ഇപ്പൊ തന്നെ ആ ഫോണിലുള്ളതൊക്കെ ആരിസിനും ഉപ്പാക്കും ഒക്കെ അയച്ചു കൊടുത്താളെ. ഇനി എന്തൊക്കെയാ വെച്ചാല് ഓരൊക്കെ പാടി തന്നെ തീരുമാനിക്കട്ടെ. ഒരു കുടുംബം ഒത്തു പോകുകയാണെന്ന് വെച്ചാൽ പോയിക്കോട്ടെ. ഒരു പെണ്ണിന്റെ കണ്ണീര് നമ്മളെ മകൻ കാരണം കൊണ്ട് വിൽക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അന്ന് ഇതിനൊക്കെ പാടി ഏച്ചു മൂട്ടാൻ നിന്നത്. അതിനുള്ളതൊക്കെ കിട്ടി. ഏച്ചു കൂട്ടിയാൽ മൊഴിച്ചിരിക്കണതേ കൂട്ടി യോജിപ്പിക്കാതെ നല്ലത്. ഇനി ആര് എന്താ തീരുമാനിക്കുന്ന വെച്ചാൽ അതന്നെ നടക്കട്ടെ. ഒക്കെ ജോനോട് പറഞ്ഞാളെ. അപ്പോൾ വീഡിയോ കഴിഞ്ഞിട്ടില്ല, അതിന് മുന്നായിട്ട് ഞാൻ ചെറിയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ആമസോണിൻ്റെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് കാണിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇന്ന് ആമസോണിൻ്റെ മെഗാ സെയിലിൻ്റെ ലാസ്റ്റ് ഓഫർ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇരട്ടി വാങ്ങിക്കാന്നുള്ള രീതിയിലുള്ള ലാസ്റ്റ് ഡേ ഓഫർ സെയിൽ നടക്കുന്ന കുറച്ച് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഈ ബ്യൂട്ടി ഐറ്റംസിൽ പെടുന്ന ഒന്നാണ് ലാക്മിയുടെ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരുപാട് റിവ്യൂ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എത്രയോ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. കുറേ തവണ ഞാൻ യൂസ് ചെയ്ത് നോക്കി. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നുണ്ടവർക്ക് ലിങ്ക് എല്ലാത്തിൻ്റെയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വാങ്ങിക്കുക. ഇന്ന് ലാസ്റ്റ് ഡേ ഓഫർ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പിൻ്റെ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നവരാണെന്ന് വെച്ചാൽ ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ മേക്കപ്പ് നാച്ചുറൽ മേക്കപ്പ് ഫിക്സർ സ്പ്രേ ആണ് കേട്ടോ വരുന്നത്. ഇത് മേക്കപ്പ് ഒക്കെ ഓവർ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പാർട്ടി സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് മേക്കപ്പ് ഒലിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചൂട് സമയങ്ങളാണല്ലോ. അപ്പോൾ ചൂട് തുടങ്ങുമ്പോൾ മേക്കപ്പ് ഒക്കെ ഒലിച്ച് പോവാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് സ്പ്രേ ആണ്. അതുപോലെ തന്നെ ആണുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫെയർ ആൻഡ് ലവ്ലി ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഇപ്പോൾ ആമസോണിൽ നല്ല ഓഫർ റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 പ്രൊഡക്റ്റ് ഞാനിപ്പോൾ ആമസോണിൻ്റെ ഇന്ന് ലാസ്റ്റ് ഡേ മെഗാ സെയിൽ ഓഫറാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ വേറെ ഇരിക്കുന്ന ഈ ഡ്രസ്സും പിന്നെ അതുപോലെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മിഡി, അതായത് നമ്മുടെ കുഞ്ഞോളിട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്കേർട്ട് ഉണ്ടല്ലോ. അപ്പോൾ ഇതിനും ഇപ്പോൾ ആമസോണിൽ രണ്ടിനും നല്ല റേറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ അത്ര സ്പീഡിൽ പറഞ്ഞു പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ സ്കിറ്റിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് നിങ്ങളോട് കാര്യം പറഞ്ഞുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ 2 ഡ്രസ്സിൻ്റെ ലിങ്കും ഈ ഒരു 3 ബ്യൂട്ടി പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ ആമസോണിൽ കൊടുക്കുന്നുണ്ട്. ആമസോണിൽ എന്ന് പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. കാരണം ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇനിയിപ്പോൾ എന്താ കുട്ടിയെ നമ്മൾ ചെയ്യാൻ കണ്ടിക്കണേ? എന്ത് ചെയ്യാന്? ഇതൊക്കെ പോലെ കേട്ടിട്ട് എനിക്ക് ഇന്നാളെ കുട്ടിയൊന്ന് സബൂറാകും. ഒന്നുമില്ലെങ്കിലും കുറച്ച് വൈകിട്ടാണെങ്കിലും പഠിച്ചോ നമുക്ക് ഓരോ കള്ളത്തരങ്ങളൊക്കെ കൺമുന്നിൽ തന്നെ കാണിച്ചില്ലേ? അതെന്നെ വലിയ കാര്യം. അന്നേ ഞാൻ പറഞ്ഞതാ. അപ്പം എന്നോട് പറഞ്ഞത് ഒരുപാട് മാറ്റങ്ങളുണ്ട്, എല്ലാവരും സ്നേഹമാണ്. ഇപ്പം എന്തേ എല്ലാവർക്കും സമാധാനമായില്ലേ? എന്താപ്പം ഞാൻ പറയാ, പഠിച്ചവനായിട്ട് കൂട്ടിച്ചേർത്ത് നിങ്ങളെ ബന്ധം ഇമ്മാൻ്റെ ഒരു വാക്കുകൊണ്ട് മുറിഞ്ഞു പോകണ്ടല്ലോ എന്നും വെച്ചിട്ടാ ഇമ്മ അന്ന് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനി ഞാനായിട്ട് ഒരു അഭിപ്രായം പറയാൻ നിൽക്കണില്ല. അനക്ക് എന്താ തോന്നുന്നെച്ചാൽ ആ തീരുമാനം നടക്കട്ടെ. ഇത് തീരുമാനിക്കാനൊന്നുമില്ല. ഞാൻ അവിടെ ഇല്ലാത്ത ഓളെ ഭാഗ്യം. അല്ലെങ്കിൽ അവളെ സകല പോലെ ഇന്നത്തോടെ ഞാൻ തീർത്തേനെ. ഒച്ചും വീടും കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. എന്താ ഇപ്പം ഇനി നമ്മൾ കാട്ടാൻ കണ്ടിക്കണെച്ചാൽ സമാധാനത്തിൽ അത് വേഗം കണ്ട് ചെയ്യന്നെ. അല്ലാണ്ട് ഇനി പോള സ്വഭാവം നന്നാക്കിയാൽ നന്നാവുമെന്ന് എനിക്ക് തോന്നണില്ല. ഇമ്മ ഫോൺ അടിച്ചാണി. ആ, ഞാൻ അർഷിക്ക് കൊടുക്കാം. ഹലോ. ഓളെ കാര്യത്തിൽ
കുറച്ച് ദിവസമായി എനിക്കിങ്ങനെ ഒരു സംശയം തുടങ്ങിയിട്ട്. പക്ഷേ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയാണ്ട് ആരിസ് ഖാനോട് എങ്ങനെ അത് പറയാന്ന് വെച്ചാ. ഇനി പറയാനും അറിയാനും ഒന്നുമില്ല. എവിടൊക്കെ വെച്ച് ഇറങ്ങി പോകാൻ പറ അവളോട്. ഇനി അതൊക്കെ കാക്കാൻ്റെ ഇഷ്ടം. ഇങ്ങനൊരു ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ആരും കാക്കാനെ നിർബന്ധിക്കൂല. പക്ഷേ അതിനു മുന്നേ കാക്ക ഓൾക്കൊന്ന് വിളിക്കണം. ഇനി എനിക്ക് അവളോട് പറയാനുമില്ല കേൾക്കാനുമില്ല ഒന്നിനുമില്ല. അതല്ല കാക്ക, ഓൾ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയ സ്ഥിതിക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. എന്താ ഉദ്ദേശിക്കണേ? ആ ശരിയാ മോളെ, ഇത്രയും നാൾ നമ്മളെ വെറും പൊട്ടനാക്കിയതല്ലേ, കാണിച്ചു കൊടുക്കാൻ ഞാനൊക്കെ ഓളെ. അതെ കാക്ക, ഓൾ ഇത്രത്തോളമൊക്കെ ചെയ്തു കൂട്ടിയ സ്ഥിതിക്ക് നമ്മൾ ഇങ്ങനെങ്കിലും ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഓളെ മുന്നിലേ നമ്മളൊക്കെ വെറും പൊട്ടന്മാരായി പോവും. ഇതിപ്പോ ഇങ്ങനൊരു കാര്യം കാക്ക പറയുമ്പോഴേ എന്താ ഓളെ മറുപടി നമുക്കും കൂടി അറിയാലോ. ആ തൽക്കാലം ഫോൺ വെച്ചാ ഇനിയുള്ള ഓളെ ഓരോ നീക്കം വിളിച്ച് അപ്പാപ്പ എന്നെ ഫോൺ വിളിച്ച് അറിയിക്കണം. ഓക്കെ ഓക്കെ. കഥ ഇനി പുതിയ വഴിത്തിരിവിലേക്ക്. അതിമോഹം തലക്ക് പിടിച്ച് ഇവൾ ചെയ്തു കൂട്ടിയ ഓരോ കള്ളത്തരങ്ങളും ഇന്ന് തലക്കുമേൽ ഇവൾക്കുള്ള തിരിച്ചടികളാകുന്നു. അർഷിയുടെ അടുത്ത പ്ലാൻ എന്തായിരിക്കും? ഇനി ഇവൾക്ക് ഇതിൽ നിന്നൊരു മോചനമുണ്ടാകുമോ? കനിവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കനിവിൻ്റെ അടുത്തൊരു എപ്പിസോഡുമായി കാണും വരെ മസ്സലാമ.